സ്ത്രീപക്ഷ നവകേരളത്തിന് പുതുചരിത്രമെഴുതി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി. നവകേരള സദസ്സിന് തുടർച്ചയായി നെടുമ്പാശ്ശേരിയിൽ സംഘടിപ്പിച്ച സ്ത്രീകളുടെ സംഗമവേദിയായ നവകേരള സ്ത്രീ സദസ്സിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സമത്വസുന്ദരമായ ഒരു നവകേരള സൃഷ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി. നെടുമ്പാശ്ശേരിയിൽ സംഘടിപ്പിച്ച വനിതകളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 3000-ലധികം സ്ത്രീകളുടെ സംഗമവേദിയായി നവകേരള സ്ത്രീ സദസ്സ്. സ്ത്രീപക്ഷ നവകേരളം എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി സംവദിച്ച മുഖാമുഖം നവകേരള സ്ത്രീ സദസ്സിലേക്ക് രാവിലെ 7 മുതൽ തന്നെ സ്ത്രീകളുടെ ഒഴുക്കായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള സ്ത്രീ സാന്നിധ്യത്താൽ സമ്പന്നമായിരുന്നു സിയാൽ കൺവെൻഷൻ സെന്റർ. സമസ്ത മേഖലയിലും സ്ത്രീകൾക്ക് തല ഉയർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുമെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലകളിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും പരിഗണനകളും തന്നെയാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക അവസ്ഥകൾ വളരെ മെച്ചപ്പെട്ടതാണ്. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. നാം വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു പുതിയ കേരളത്തെക്കുറിച്ചാണ്. ഒരു പുതിയ കേരളത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ആ നവകേരളം സ്ത്രീപക്ഷ കേരളമാണ്. നവകേരളം എല്ലാവർക്കും ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള കേരളമാണ്. ആ നവകേരളത്തിൽ ഓരോ സ്ത്രീക്കും അവളുടെ അവകാശങ്ങൾ സ്വാഭാവിക പ്രക്രിയയിലൂടെ കിട്ടുന്ന ഒരു സാഹചര്യം, ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. സ്ത്രീപക്ഷം നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കായി ക്രിയാത്മകമായ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സിനിമയിൽ, നിർമ്മാണം പോലുള്ള ബിസിനസ് മേഖലയിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് നടി ഐശ്വര്യ ലക്ഷ്മി മുഖ്യമന്ത്രിയോട് സംവാദത്തിലൂടെ ആവശ്യപ്പെട്ടു. മന്ത്രിമാരായ വീണ ജോർജ്, ആർ ബിന്ദു, കായിക താരങ്ങളായ ഷൈനി വിൽസൺ, മേഴ്സിക്കുട്ടൻ, MD വത്സമ്മ, നടി ഐശ്വര്യ ലക്ഷ്മി, നിലമ്പൂർ ആയിഷ, വൈക്കം വിജയലക്ഷ്മി, ശോഭന ജോർജ്, ദിവ്യ ഗോപിനാഥ്, കെ അജിത, നിഷ ജോസ്, കെ മാണി, PK മേദിനി, ടെസ്റ്റി തോമസ് തുടങ്ങി ജീവിത വഴിയിൽ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച സ്ത്രീകളുടെ സാന്നിധ്യവും സദസ്സിന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി തങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ തുറന്ന് സംസാരിക്കാൻ നിരവധി സ്ത്രീകളാണ് മുന്നോട്ട് വന്നത്. ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതും വമ്പിച്ച വിലക്കുറവിൽ. ഇനി വിവിധ ഷോപ്പുകളിൽ കയറി സമയം കളയണ്ട. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്ട്സുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്.